മോന്റെ കാര്യം ചേച്ചി പലയിടത്തും പറയാറുണ്ട്. അവനൊരു ശരിക്കും ചേച്ചിക്കൊരു റീബർത്ത് പോലാണ് പാട്ടിന്റെ കാര്യത്തിൽ അല്ലേ, കുഞ്ഞിന് വേണ്ടി താരാട്ട്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് മിലിയിലെ പാട്ടിന്റെ രണ്ടുപേര് പാടിത്തരണം. കാരണം എനിക്കും കുട്ടികളോട് നമ്മളെല്ലാവരും ഹൃദയത്തിലേക്ക് എടുത്തു വെച്ചൊരു പാട്ടാണ്. നല്ല പാട്ടാണ്, നല്ല പാട്ട്. അത് വിളിക്കാൻ അത് പാടാൻ വേണ്ടി ഗോപിച്ചേട്ടൻ വിളിച്ചപ്പം അത് വിളിക്കാൻ കാരണം എൻ്റെ 2ാം വരവും 3ാം വരവും 4ാം വരവൊക്കെ കഴിഞ്ഞു ശരിക്കും. അപ്പൊ എന്നെ ആദ്യം ഇങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം വിളിച്ചത് മെജോ എൻട്രി സിനിമയിൽ. അതില് അങ്ങനെ ഒരു പാട്ട്, അത് അങ്ങനെയാണോ പാട്ടിന്റെ അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടാണത്. അതിനുശേഷം 2 തെലുങ്ക് പാട്ടുകളും കൂടി മെജോയ്ക്ക് വേണ്ടി പാടി. പിന്നെ ആരും വിളിക്കാറില്ല എന്ന് എനിക്ക് പറയാൻ ഇഷ്ടമില്ല. കാരണം ഞാനും അതിനൊരു എന്നെ എല്ലാവരും വിളിക്കണം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് അവരുടെ തെറ്റെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. അപ്പം ഞാനങ്ങനെ ഞാൻ ശ്രദ്ധിക്കപ്പെടത്തക്ക രീതിയിലൊന്നും തന്നെ അല്ല. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ദീപക് ദേവ് ചേട്ടനുമായിട്ട് ദുബായിൽ വെച്ച് നല്ല പരിചയമാണ്. ദീപുവിന് അങ്ങനെ കീബോർഡിൻ്റെ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിപ്പിക്കാനൊക്കെ ചേട്ടൻ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ ചെല്ലുമായിരുന്നു. അങ്ങനെ ജോയങ്കിൾ എന്നാണ് വിളിക്കണത് എൻ്റെ ചേട്ടനെ. ദീപു അന്ന് ചെറുതാണ്. അപ്പം അങ്ങനെ ഭയങ്കര ക്ലോസ് ആണ്. പിന്നെ ദീപുവിൻ്റെ ആദ്യത്തെ പരസ്യം, ജോയ് ആലുക്കാസിൻ്റെ പരസ്യം ഞാനാണ് പാടിയിട്ടുള്ളത്. ആ പരസ്യം ഞാനും ദേവാനന്ദും കൂടിയാണ് പാടിയിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം എന്നെ വിളിക്കുന്നത്, അന്ന് ഞങ്ങൾ ചെന്നൈയിലാണ്. ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ദീപു വിളിച്ചതാണ് ആ നിലാക്കുടമ എന്നുള്ള പാട്ട്. അസല് പാട്ടാണ്. നിലാക്കുടമേ നിശീധിനിയായി വിണ്ണോരം വാ, കിനാക്കടവിൽ തുഴഞ്ഞലയാം മുകിൽ മെടയും ചങ്ങാടം. അതാണ് പാട്ട്. അത് പാടാനാണ് ദീപു വിളിച്ചത്. പിന്നെ അതിനുശേഷം അത് കേട്ടതിന് ശേഷമാണ് ഗോപി സുന്ദർ മിലിക്ക് വേണ്ടി വിളിക്കുന്നത്. അത് ട്രിവാൻഡ്രത്തായിരുന്നു എൻ്റെ റെക്കോർഡിങ്, വിസ്മയ സ്റ്റുഡിയോയിലായിരുന്നു. അത് പാടിയ ശരിയാവുമെന്നറിയില്ല, പാടാം. എന്തൊരു ഭംഗിയുള്ള പാട്ടാണല്ലേ ഇങ്ങനെ. അത് പ്രത്യേകിച്ച് അമ്മമാരെ ഭയങ്കര ഒരു ഇതുള്ള പാട്ടാണ്.